എന്താണ് ഈ നയപ്രഖ്യാപനം? നയപ്രഖ്യാപനം നടത്തണം എന്നുള്ളത് നിർബന്ധമാണോ? നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 176 ക്ലോസ് 1 പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ വർഷവും ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിനും അതുപോലെ തന്നെ ഒരു പുതിയ നിയമസഭ വന്നതിന് ശേഷം ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിനും ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്ന ഒരു കൽപ്പനയാണ് നയപ്രഖ്യാപനം നടത്തണം എന്നുള്ളത്. എന്തിനാണ് ഈ നയപ്രഖ്യാപനം നടത്തുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സർക്കാർ കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിയമസഭയെയും ജനങ്ങളെയും ബോധിപ്പിക്കുന്നത് ഈ നയപ്രഖ്യാപനത്തിലൂടെയാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ പോളിസി ഡയറക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ നയം ഇതാണെന്ന് ജനങ്ങളെയും നിയമസഭയെയും അറിയിക്കുന്നത് ഈ നയപ്രഖ്യാപനത്തിലൂടെയാണ്. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ ലെജിസ്ലേറ്റീവ് അജണ്ടയാണ്. വരുന്ന ഈ വർഷം ഇന്ന ബില്ലുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറയുന്നതും ഈ നയപ്രഖ്യാപനത്തിലൂടെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ നയപ്രഖ്യാപനം നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് ഗവർണറാണ്. ഈ നയപ്രഖ്യാപനത്തിന് 7 പ്രൊസീജിയേഴ്സാണുള്ളത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രൊസീജിയർ എന്ന് പറയുന്നത് പോലീസ് ഓണറാണ്. അവിടെയാണ് ദേശീയ ഗീതവും ദേശീയ ഗാനവുമെല്ലാം ആലപിക്കുന്നത്. രണ്ടാമത്തത് മന്ത്രിസഭ എഴുതി തയ്യാറാക്കിയ ആ നയങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതാണ്. അത് ജനങ്ങളെ അറിയിക്കുന്നത് ഗവർണറാണ്. ഗവർണർ ആ നയപ്രഖ്യാപനം നടത്തിയതിന് ശേഷം ആ പേപ്പർ ടേബിളിൻ്റെ പുറത്ത് വയ്ക്കും. അപ്പോഴാണ് അത് ഒഫീഷ്യൽ ഡോക്യുമെൻ്റായിട്ട് മാറുന്നത്. നാലാമത് ഭരണകക്ഷിയിലുള്ള ഒരു MLA ഗവർണർക്ക് നയപ്രഖ്യാപനത്തിനുള്ള നന്ദി ഒരു പ്രമേയം വഴി അവതരിപ്പിക്കും. ആ പ്രമേയത്തിന്മേൽ അടുത്ത് ചർച്ചയാണ് നടക്കുക. ആ ചർച്ചയിൽ പ്രതിപക്ഷം സാധാരണഗതിയിൽ ഭരണപക്ഷത്തെ വലിച്ചു കീറി ഒട്ടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി മുഖ്യമന്ത്രി കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുഖ്യമന്ത്രി മറുപടി കൊടുത്തതിന് ശേഷം നേരത്തെ അവതരിപ്പിച്ച ഗവർണർക്ക് നന്ദി എന്നുള്ള പ്രമേയം വോട്ടെടുപ്പിന് വയ്ക്കും. ആ വോട്ടെടുപ്പിൽ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നെന്ന് പറയുന്നത് ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വോട്ടെടുപ്പ് അവിടെ നടക്കാം. അങ്ങനെ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അതിനർത്ഥം മന്ത്രിസഭയിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്, അവർക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അടുത്ത് നേരെ പോകുന്നത് ബഡ്ജറ്റ് സെക്ഷനിലോട്ടായിരിക്കും. എന്നാൽ ആ നന്ദി പ്രമേയത്തിൽ ഭരണപക്ഷത്തിന് എതിരായിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം ആ മന്ത്രിസഭ അപ്പോൾ വീഴും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അവിശ്വാസ പ്രമേയത്തിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് നന്ദി പ്രമേയത്തിൽ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുക എന്നുള്ളത്. സാധാരണഗതിയിൽ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയത്തിൽ ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടാണ് എപ്പോഴും വോട്ട് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ 1967 വെസ്റ്റ് ബംഗാളിലും പഞ്ചാബിലും കോൺഗ്രസിൻ്റെ മന്ത്രിസഭ ഈ നയപ്രഖ്യാപനത്തിൻ്റെ നന്ദി പ്രമേയത്തിൽ തന്നെ താഴെ വീണിട്ടുള്ള ചരിത്രവുമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക.